ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരൻ്റെ റൂമിലേക്ക് മുത്തശ്ശിയും പാർവതിയും വരികയാണ്. എന്നിട്ട് മനോഹരനോട് പറയാണ്, മനോഹര, നിന്നോടൊരു കാര്യം പറയാനാണ് ഞാനും പാർവതിയും ഇപ്പോൾ ഇവിടേക്ക് വന്നത്. നിനക്ക് സംസാരിക്കാനൊന്നും കഴിയില്ലെങ്കിലും ഞങ്ങൾ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നിന്നോട് വന്ന് പറയുന്നത്. ഞങ്ങളക്കാര്യം അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ പാർവതി പറയണ, മറ്റൊന്നുമല്ല മനോഹരേട്ടാ, നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹം നടത്താൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. കുറേ കാലമായല്ലോ നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹം നടത്താൻ നമ്മൾ നിശ്ചയിച്ചിട്ട്. ഇനിയിപ്പോൾ അത് വെച്ച് താമസിപ്പിക്കുന്നില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം നടത്താൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ശരത്തും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ പിന്നെ ഇനി മറ്റൊന്നും നോക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയണ, നീ ചിന്തിക്കുന്നുണ്ടാവും നിത്യ അതിന് സമ്മതിച്ചോ എന്ന്. നിത്യയെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. ഇനി ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. നിത്യയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടും നല്ലൊരു ബന്ധമാണ് നിത്യയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുത്തശ്ശി പറയണ, മനോഹര, എന്തായാലും കല്യാണത്തിൻ്റെ മുന്നേ നീ എണീക്കണം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന്. കല്യാണം നീ മുന്നിൽ നിന്ന് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ പാർവതി പറയണ, ഈ കല്യാണം നടത്താതിരിക്കാൻ ദേവിക നോക്കും. അവളോട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഒരു മൂലയിൽ ഇരുന്നാൽ അവൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവൾ തന്നെയാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണ, അതിന് അവളെ 24 മണിക്കൂറും ആ വക്കീലിനോടൊപ്പമാണ്. അവളെ തന്നെ കെട്ടുമെന്നും പറഞ്ഞിട്ടാണ് ആ വക്കീൽ നടക്കുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കെട്ടി തൂങ്ങി ചാവുമെന്ന് പറഞ്ഞിട്ടാണ് ആ ചന്ദ്ര നടക്കുന്നത്. എന്നോട് ഇതൊക്കെ വന്ന് പറയുന്നത് നീ ഇവിടെ കിടപ്പിലായതുകൊണ്ട് നീ ഒന്നും അറിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്ന് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നാളെ ഇനി ഇതൊന്നും അറിഞ്ഞില്ല എന്നൊന്നും നീ പറയരുതല്ലോ. മനോഹരേട്ടൻ പ്രാർത്ഥിക്കണം, ഈ വീട് ഒരു കല്യാണ വീടാവാൻ പോവുകയാണ്. എന്നാ പിന്നെ മനോഹര നീ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് മുത്തശ്ശിയും പാർവതിയും അവിടെ നിന്ന് പോവാണ്. പിന്നീട് നിത്യയുടെ അടുത്തേക്ക് മുത്തശ്ശിയും പാർവതിയും ചെല്ലാണ്. എന്നിട്ട് നിത്യയോട് പറയണ്, നിന്റെ വിവാഹം ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു, അച്ഛൻ്റെ സമ്മതവും കിട്ടി. അപ്പോൾ നിത്യ, അച്ഛൻ അതിന് കിടപ്പില്ലല്ലേ, പിന്നെ എങ്ങനെ അച്ഛൻ്റെ സമ്മതം കിട്ടും? ആ മനസ്സ് എനിക്കറിയാം, അതുകൊണ്ട് നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് കേട്ടുകൊണ്ടാണ് ദേവിക വരുന്നത്. അപ്പോൾ ദേവിക പറയണ, ശരത്തുമായിട്ടുള്ള വിവാഹമാണെങ്കിൽ ഒരിക്കലും ആ വിവാഹം നടക്കില്ല. അത് നീയാണോടി തീരുമാനിക്കുന്നത്? എൻ്റെ അഭിപ്രായം തന്നെയാണ് ഏട്ടത്തി പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നല്ലൊരു ബന്ധം കിട്ടരുത് എന്നുള്ള അസൂയ കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് നല്ലതൊന്നും കിട്ടരുത് എന്നുള്ള അസൂയ കൊണ്ടാണ് ഇവൾ ഈ പറയുന്നത്. അപ്പോൾ ദേവിക പറയണ, ശരത്തിനെ കുറിച്ച് നല്ല വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറയണേ, എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ളത്? ശരത്ത് മോന് എന്ത് കുറവാടി ഉള്ളത്? ശരത്തിനെതിരെ പൊന്നുമണി പോലീസ് കേസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ശരത്ത് ആരാണെന്നുള്ളത്. ആ നിരഞ്ജന്റെ പെങ്ങളല്ലേ പൊന്നുമണി എന്ന് പറഞ്ഞത്. ഇതിന്റെ പിന്നിലും നീയും ആ വക്കീലുമാവും കളിച്ചിട്ടുണ്ടാവുക. ആർക്ക് വേണമെങ്കിലും കള്ള പരാതിയൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല അമ്മേ. ശരത്തിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്, അതൊക്കെ വഴിയെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ എന്തായാലും ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നിത്യ പറയണ, അതിന് എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ വിവാഹം നിങ്ങൾക്ക് നടത്താൻ കഴിയില്ലല്ലോ. അതൊക്കെ ഞങ്ങൾക്കറിയാം, നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനും ഞങ്ങൾക്കറിയാം. അത് കേട്ടപ്പോൾ ദേവിക, ഇല്ല, ഒരിക്കലുമില്ല. ശരത്ത് ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ സംസാരിക്കുന്നത്. ശരത്തിനെ പോലെയുള്ളവന് ഇവളെ കല്യാണം കഴിച്ചു കൊടുത്താൽ നാളെ നിങ്ങൾ തന്നെയാണ് ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടി വരുന്നത്. അപ്പോൾ നിത്യ പറയണേ, അതിന് എൻ്റെ സമ്മതം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ സമ്മതിച്ചാലല്ലേ നിങ്ങൾ വിവാഹം നടത്താൻ നിൽക്കൂ. അതിന് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിത്യ അകത്തേക്ക് പോവാണ്. അപ്പോൾ ദേവികയും അങ്ങ് പോവാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, പാർവതി നീ ഇത് വിട്ടുകൊടുക്കരുത്, നീ നിത്യയെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതിനാണ് നിനക്ക് കഴിവ് വേണ്ടത് എന്നും പറഞ്ഞ് മുത്തശ്ശി പോകുന്നത്. അങ്ങനെ നിത്യയുടെ അടുത്തേക്ക് പാർവതി ചെല്ലാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? ഇല്ല, എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. നീ ഇങ്ങനെയല്ലല്ലോ അന്നൊന്നും പറഞ്ഞിരുന്നത്, നിനക്ക് ശരത്തിനെ നല്ല ഇഷ്ടമായിരുന്നല്ലോ. അത് അന്നല്ലേ, ഇന്ന് അങ്ങനെയല്ല. നിത്യ, നീ പറയുന്നതൊന്ന് കേൾക്ക്. അവനെ ദേഷ്യം പിടിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ പിന്നെ അവൻ നിന്നെ അപമാനിക്കും. ഈ വീട്ടിലാണ് അവൻ ഇത്രയും കാലം താമസിച്ചത്. പിന്നെ നിനക്ക് ഒരിക്കലും ഒരു വിവാഹാലോചന ഉണ്ടാവാൻ അവൻ സമ്മതിക്കില്ല. അവൻ നാട്ടുകാരോട് പലതും പറഞ്ഞു നടക്കും. എനിക്കതിന് ഒരു വിവാഹാലോചനയും വേണ്ടെങ്കിലും ശരത്തിനെ വിവാഹം കഴിക്കുന്നതിലും ഭേദം ഞാൻ സന്യസിക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കില്ല? ഇല്ല, ഈ കാര്യത്തിൽ അമ്മ പറയുന്നത് ഞാൻ കേൾക്കില്ല. എങ്കിൽ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അമ്മ എവിടെയോ കിടക്കുന്ന ഇവന് വേണ്ടിയിട്ട് വെറുതെ അമ്മയുടെ ജീവിതം കളയാൻ നിൽക്കണ്ട. എന്നാലും അമ്മ എന്ത് ഭീഷണിപ്പെടുത്തിയാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്താ വെറുതെ ഭീഷണിപ്പെടുത്തുകയാണ്? ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല. അവനോട് ഞാൻ എന്ത് പറയും? അവൻ്റെ അമ്മ പ്രഭാവതിയോട് ഞാൻ എന്ത് പറയും? നാണക്കേട് സഹിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ
ഇതിൻ്റെ പേരാണ് മണ്ടത്തരം. എവിടുന്നോ വന്നു കയറി അവന് വേണ്ടി സ്വന്തം ജീവിതം കളയാൻ വേണ്ടി അമ്മ പോകുന്നെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. നിനക്ക് സ്വന്തം അമ്മ പറയുന്നതിനേക്കാളും വലിയ വേദവാക്യം ആ ദേവിക പറയുന്നതാണോ? ദേവിക പറയുന്നതെല്ലാം നുണയാണ്. അല്ല അമ്മേ, ദേവികേടത്തി പറയുന്നതെല്ലാം സത്യം തന്നെയാണ്. അമ്മയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാവും. അപ്പോൾ അമ്മയ്ക്ക് കുറ്റബോധം വരും. അവൻ്റെ പേരിൽ കുന്നോളം കേസുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അമ്മ ചിന്തിക്കും, ഈ കല്യാണം നടക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായെന്ന്. അപ്പോൾ ഈ അമ്മ പറയുന്ന ഈ നാവ് കൊണ്ട് തന്നെ ദേവികേടത്തിയെ പുകഴ്ത്തി സംസാരിക്കും. അത് കാണാൻ വേണ്ടി അമ്മ ജീവനോടെ തന്നെ ഉണ്ടാവണം. ഇതെൻ്റെ അപേക്ഷയാണ് എന്നും പറഞ്ഞിട്ടാണ് നിത്യ പോകുന്നത്. പിന്നീട് ഇരുട്ടിൻ്റെയും പരുന്തിൻ്റെയും ഫോണിലേക്ക് നിരഞ്ജൻ വിളിക്കുകയാണ്. എന്തായി, പഴനിയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആ ശരവണനെ കുറിച്ചുള്ള രഹസ്യം അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെക്കുറിച്ച് ഏകദേശം വിവരം കിട്ടിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഈ അന്വേഷിക്കുന്നതൊന്നും ഒരിക്കലും ലീക്കാവരുത്, പ്രത്യേകിച്ച് ശരവണൻ അറിയരുത്. അതുകൊണ്ട് എല്ലാം നല്ല കരുതലോടുകൂടി വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ പഴനിയെ കിട്ടിയാൽ തന്നെ അവനെല്ലാം സത്യം പറയുമോ? അതൊക്കെ ഞങ്ങൾ ഏറ്റു സാർ, ഞങ്ങൾ അവനെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിച്ചോളാം. നിങ്ങൾ അവനെ വെറുതെ ദേഹോപദ്രവം ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ, ഇല്ല അതൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ നമ്മളോട് ഈ രഹസ്യങ്ങളെല്ലാം പഴനി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ അക്കാര്യം ഒരിക്കലും പുറത്താവരുത്. ശരവണൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊന്നുമണിയെയും കൂട്ടി അവൻ ഇവിടെ നിന്നും മുങ്ങും. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നിരഞ്ജൻ ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ ഇരുട്ടും പരന്തും പറയുന്ന, അല്ല നിരഞ്ജൻ സാറിന് നല്ല പേടിയുണ്ട് പൊന്നുമണിയുമായിട്ട് അവർ മുങ്ങുമെന്നുള്ളതിൽ. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് ആരും അറിയരുത്, ഒരിക്കലും പഴനിയും പുറത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഴനിയെ കാണാൻ വേണ്ടി ഇരുട്ടും പരന്തും ചെല്ലുന്നത്. പിന്നീട് ശരത്ത് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശിയും പാർവതിയും പറയാണ്, അല്ല നിനക്കെതിരെ ഒരു പോലീസ് കേസ് ഉണ്ടായി എന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ടായി. ആർക്ക് വേണമെങ്കിലും കള്ളപ്പരാതി കൊടുക്കാമല്ലോ മുത്തശ്ശി. ആ പൊന്നുമണിയാണ് കൊടുത്തത് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. നീ അവളുടെ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കി എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ വീട്ടിൽ കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അതെന്തിനാണെന്നോ, ആ ശരവണൻ കാരണമാണ്. ശരവണനാണ് എൻ്റെ 30 ലക്ഷം രൂപ തട്ടിയെടുത്തത് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ശരവണൻ്റെ കാമുകിയാണ് പൊന്നുമണി. അവൻ മിക്കവാറും ദിവസങ്ങളിലും പൊന്നുമണിയുടെ വീട്ടിലാണ് ഉണ്ടാവാറുള്ളത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ അവിടേക്ക് ചെന്നത്. അവൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. അല്ലാതെ ഞാൻ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരത് കള്ളപ്പരാതി കൊടുത്തതാണ്. ശരത്ത് പറയുന്ന ആ കള്ളമെല്ലാം പാർവതിയും മുത്തശ്ശിയും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്. മുത്തശ്ശിക്ക് എന്നെ അറിയാവുന്നതല്ലേ, എനിക്കൊരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കറിയാം മോനെ ശരത്തെ. അപ്പോൾ പാർവതി പറയണേ, ശരത്തെ, ശരവണനാണ് ഈ പൈസ എടുത്തത് എന്ന് നിനക്ക് അറിഞ്ഞെങ്കിൽ നിനക്ക് അവനെതിരെ ഒരു പരാതി കൊടുത്തൂടെ? അപ്പോൾ മുത്തശ്ശി പറയണേ, എന്താ പാർവതി നീ പൊട്ടത്തരം പറയുന്നത്? ഇത് കണക്കിൽപ്പെടാത്ത കാശാണെന്നുള്ളത് നിന്നോട് ശരത്ത് പറഞ്ഞതല്ലേ. നീ എന്തിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ചോദിക്കുന്നത്? നിനക്ക് ഈയിടെയായി മറവി കുറച്ച് കൂടുതലാണ്. എന്നിട്ട് മോനെ നിന്നെ പോലീസുകാർ ഉപദ്രവിച്ച്? ഇല്ല മുത്തശ്ശി, എന്നെ അവരൊന്നും ചെയ്തിട്ടില്ല. മോനെ നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ശരത്ത് പറയണേ, ഞാൻ അതിന് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനിയും ഇതുപോലുള്ള പല കാര്യങ്ങളും സംഭവിക്കും. അതിൻ്റെ മുന്നേ എനിക്ക് നിത്യയെ വിവാഹം കഴിക്കണം. എനിക്ക് നിത്യയെയും ഈ കുടുംബവും നിങ്ങളുമാണ് വലുത്, ഈ വീടുമാണ് വലുത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും എന്നും പറഞ്ഞ് ശരത്ത് പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയണേ, എന്തൊരു നല്ല പയ്യനാണ്, ഇവനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ തലയിൽ ഇടുത്തി വീഴും. എന്നിട്ട് ശരത്ത് നിത്യയുടെ അടുത്തേക്ക് ചെല്ലാണ്. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിത്യക്കുട്ടി? ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എങ്കിൽ സത്യം എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം. എന്തിന്? എല്ലാ സത്യവും എനിക്കറിയാം. അതെങ്ങനെ എനിക്കറിയാം? ശരവണനെ അന്വേഷിച്ച് പൊന്നുമണിയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ശരവണൻ അവിടെ ഇല്ല എന്ന് പൊന്നുമണി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ശരത്തേട്ടൻ അവിടെ നിന്നും പോവും. അതല്ലേ ഉണ്ടായത്? അതെ, അതാണ് ഉണ്ടായത്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നീ അവർ പറയുന്നതൊക്കെ വിശ്വസിക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി. അതെങ്ങനെ ഞാൻ വിശ്വസിക്കും? എനിക്ക് ശരത്തേട്ടനെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നതല്ലേ. അങ്ങനെ ശരത്തേട്ടനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഞാൻ അത് വിശ്വസിക്കില്ല. നീ എന്നെ കളിയാക്കിയതൊന്നുമല്ലല്ലോ. എന്തിനു കളിയാക്കുന്നത്? എനിക്ക് ശരത്തേട്ടനെ കുറിച്ച് നല്ലതുപോലെ അറിയുന്നതല്ലേ. അല്ല, ഞാനങ്ങനെ ചോദിച്ചത് പോലീസ് കേസൊക്കെ ആയതല്ലേ, ഇനിയും പല കേസുകളും വരും. അപ്പോഴൊക്കെ നീ എന്നെ വിശ്വസിക്കുമോ? നീ എന്നെ കൈവിടാതിരിക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അത് കേട്ടപ്പോൾ നിത്യ ഒന്ന് പുഞ്ചിരിക്കുകയാണ്, അതിന് മറുപടി കൊടുക്കാതെ. അല്ല ശരത്തേട്ടൻ ഭക്ഷണം കഴിച്ചോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞില്ലല്ലോ. അല്ല ശരത്തേട്ടൻ ഭക്ഷണം കഴിച്ചോ? ഇല്ല ഞാൻ കഴിച്ചില്ല. എങ്കിൽ ശരത്തേട്ടൻ പോയി ഭക്ഷണം കഴിക്കും. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറഞ്ഞില്ലല്ലോ. ദേ ശരത്തേട്ടൻ, ഇതാണ് കുഴപ്പം. ശരത്തേട്ടൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. പോയി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉറങ്ങുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങ് ശരിയാവും. ശരത്തേട്ടൻ ആദ്യം പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എൻ്റെ നിത്യക്കുട്ടി
പറഞ്ഞ പിന്നെ അത് അനുസരിക്കാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ശരത്ത് എണീറ്റ് പോവാട്ടോ. അപ്പോൾ നിത്യയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് ശരത്തിനെ കാണുമ്പോൾ. പിന്നീട് നിരഞ്ജൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അക്ഷര ചോദിക്കുകയാണ്, അല്ല ആ പൊന്നുമണി അനുസരിച്ചില്ലല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കുമോ? പൊന്നുമണിയുടെ അഹങ്കാരത്തിന് അവൾക്ക് ഇനിയും തിരിച്ചടി കിട്ടണം. നമ്മൾ എത്രയാണ് അവളെ ഉപദേശിക്കുന്നത്, പക്ഷേ അവൾ അതൊന്നും അനുസരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവൾ തന്നെ ഇനി അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അക്ഷര അവളെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുക? പക്ഷേ നിങ്ങളെ എത്ര തന്നെ ഉപദേശിച്ചു, എന്തെല്ലാം ചെയ്തു, എന്നിട്ട് അവളത് മനസ്സിലാക്കുന്നില്ലല്ലോ. അവളതിന് പക തീർക്കുകയാണ്, എന്നോടും അമ്മയോടും പക തീർക്കുകയാണ്. ശരവണനെ അവൾ വിവാഹം കഴിച്ചാൽ പിന്നെ അത് ഞങ്ങൾക്ക് സഹിക്കില്ലല്ലോ, ഞങ്ങളത് വേദനിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് അവൾ ഞങ്ങളെ മാനസികമായി വേദനിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പോൾ അക്ഷര പറയണേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഇനി മുതൽ പൊന്നുമണിയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കാരണം അല്ലെങ്കിലേ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ പൊന്നുമണിയുടെ കാര്യം അറിഞ്ഞ് തങ്കച്ചി അതിലിടപെടും. അത് കഴിഞ്ഞ് തങ്കച്ചിയും ശരത്തും ഒന്നാവും. പിന്നെ ശരത്തിനെ കൊണ്ടുള്ള ശല്യമാവും. അതുകൊണ്ട് ഇനി മുതൽ പൊന്നുമണിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ശ്രദ്ധയും വേണ്ട. അവൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അവൾ തന്നെ തീർത്തോട്ടെ, അല്ലാതെ നമ്മൾ അവളെ സഹായിച്ചിട്ട് അവൾ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി വരുന്നത് അവൾ തന്നെ അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അക്ഷര നിരഞ്ജനെ ഉപദേശിച്ചിട്ട് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അക്ഷര പറയുന്ന വാക്കുകളിൽ കാര്യമുണ്ട് എന്ന് നിരഞ്ജനും മനസ്സിലാവണം. പിന്നീട് സിദ്ധുവിനോട് ചന്ദ്ര ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ എന്തിനാണ് ആ വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിക്കാൻ എൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് ചെന്നത്? അത് എനിക്കൊരു നാണക്കേടല്ലേ? എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. വിഷ്ണുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ. അയ്യോ, നിന്നോട് ചോദിച്ച നീ അങ്ങ് സത്യം അങ്ങ് തുറന്നു പറഞ്ഞേന്. വിഷ്ണു എൻ്റെ ആരുമല്ല. നിങ്ങൾ സംശയിക്കുന്ന ഒരു ബന്ധവും ഞാനും വിഷ്ണുവും തമ്മിലില്ല. ഞാൻ സംശയിക്കുന്ന ഏത് ബന്ധമെന്നാണ് നീ ഉദ്ദേശിച്ചത്? എനിക്ക് വിഷ്ണുവിനെ കാണുമ്പോൾ നല്ല പേടിയുണ്ട്. നീ അടിമയെ പോലെയാണ് അവനോട് പെരുമാറുന്നത്. എന്താണ് കാരണം? വിഷ്ണു നിൻ്റെ ഫ്രണ്ടാണോ, അതോ പരിചയക്കാരനാണോ, അതോ ബന്ധുവാണോ, അതോ മറ്റാരെങ്കിലുമാണോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്ര അങ്ങ് പതറുകയാണ്. അത് വിഷ്ണു എൻ്റെ ഫ്രണ്ടാണ്. വെറും ഫ്രണ്ടാണോ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതെ, ഞാനൊരു വക്കീലാണ്. വക്കീലിനോടാണ് നീ മറുപടി പറയുന്നത് എന്നുള്ളത് നീ ഓർക്കണം. നാളെ നീ ഇത് മാറ്റി പറയരുത്. ഞാനും ഒരു വക്കീൽ തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ മുന്നിൽ കള്ളം പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു കള്ളം പറയുന്നത് കേട്ടാലൊക്കെ മനസ്സിലാവുന്നത് എനിക്കറിയാം. വിഷ്ണു നിൻ്റെ ഫ്രണ്ടല്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പം പിന്നെ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊക്കെ ഞാൻ വഴിയെ നിനക്ക് മുന്നിൽ തെളിയിച്ചോളാം. നിങ്ങൾക്ക് വിഷ്ണുവിനെ കുറിച്ച് എന്തന്വേഷിച്ചാലും ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കാരണം വിഷ്ണുവും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നിട്ടാണോ നീ വിഷ്ണുവിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു എന്ന് കേട്ടതോടുകൂടി നീ ഇങ്ങനെ പതറുന്നത്? അത് കേട്ടപ്പോൾ ചന്ദ്രങ്ങ് പേടിയോടുകൂടി നിൽക്കുകയാണ്. എൻ്റെ പ്ലാനുകളും ഉദ്ദേശവും എല്ലാം തന്നെ പൊളിഞ്ഞു വീഴുമോ എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത്.